കെ പ്രേമചന്ദ്രൻ, അതുപോലെ നമ്മുടെ ജോൺ MLA ഉൾപ്പെടെയുള്ളവർ ജയിൽ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അവരെ പോലീസ് തടഞ്ഞു വയ്ക്കുകയും ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യം കുരുതികെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾക്ക് BJP നേതൃത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കുവാൻ KPCCയുടെ ആഹ്വാനപ്രകാരം ബ്ലോക്ക് തലത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടിയിൽ എത്തിച്ചേർന്നുള്ള നിങ്ങളെ ഓരോരുത്തരെയും വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അത്രയും ഹീനമായൊരു സംഭവം നടക്കാനിടയായത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് ആർട്ടിക്കിൾ 25 പ്രകാരം ഉറപ്പുകൊടുക്കുന്ന മതസ്വാതന്ത്ര്യം യാതൊരു തടസ്സവുമില്ലാതെ ലംഘിച്ചുകൊണ്ട് ആതുര സേവനം നടത്തുന്ന നിരപരാധികളായ കന്യാസ്ത്രീകളെ ഭാരതം പോലെ രാജ്യത്ത് നിഷ്കരുണം കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് കന്യാസ്ത്രീ മഠത്തിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി 2 പ്രായപൂർത്തിയായ 2 സ്ത്രീകളെ അവരുടെ കുടുംബാംഗങ്ങളുടെ അനുമതിയോടുകൂടി അവരുടെ അനുമതിയോടുകൂടി ജോലിക്കായി അവരെ ലംഘിച്ചുകൊണ്ട് അവരെ ജയിലിൽ പാർപ്പിക്കുകയും ചെയ്ത നിഷ്ഠൂരമായ സംഭവത്തിന്റെ പ്രതിഷേധം ഇന്ന് കേരളത്തിന്റെ 280ഓളം വരുന്ന ബ്ലോക്ക് തലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇതുപോലുള്ള പ്രതിഷേധ സമരങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായി വെള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച മുള്ളൂർക്കരയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയങ്കരനായ പ്രകാശൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹിളാ കോൺഗ്രസ് രാജ്യം പൗരന്മാർക്ക് നൽകുന്ന ഭരണഘടനാ സ്വാതന്ത്ര്യവും അത് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വർഷങ്ങൾ ആദ്യം അവർ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ വേട്ടയാടി, തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആദ്യ പ്രശ്നക്കാരംഗത്തും പ്രജാപരംഗത്തും ഇന്ത്യക്ക് മാതൃകയെന്നോണം പ്രവർത്തിച്ച പാവപ്പെട്ട കന്യാസ്ത്രീകളെ അകാരണമായി ട്രെയിനിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി തുറങ്കിൽ അടച്ച ഒരു സംഭവം രാജ്യത്ത് ഞെട്ടിക്കുന്ന വിധത്തിലാണ് മോഡി സർക്കാർ. ആ സർക്കാർ